എത്ര വർഷം കഴിച്ചു? 1 വർഷമില്ല, 1.5 വർഷം കഴിച്ചു. എത്ര നാളെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിരുന്നു ഇവിടെ വരുന്നതിന് മുമ്പ്? 1.5 കൊല്ലം കഴിച്ചിട്ടുണ്ടായിരുന്നു. 1.5 കൊല്ലം കഴിച്ചു. അത് കഴിഞ്ഞ് ചെറിയ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ആർക്കാ ഓപ്പറേഷൻ നടത്തി? എന്തിനു വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ ആയിരുന്നു? നരത്തിന്റെ പ്രോബ്ലമായിട്ട്. അതുകൊണ്ട് ഗുണം കിട്ടിയോ? അതുകൊണ്ട് ഗുണം കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഇംഗ്ലീഷിൽ 6 മാസം അവിടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു 6 മാസം മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിയാകാൻ സാറിന്റെ ഇവിടെ വന്നൊരു പേഷ്യന്റ് പറഞ്ഞിട്ടാണ് അടക്കടിയിലെ അളിയന്റെ കൂട്ടുകാരനാണ് ഉണ്ണീഷ് പറയും. അപ്പൊ ആളാണ് ഞങ്ങൾ വിട്ടത്. അതിനുശേഷം ഇവിടെ വന്ന് 8 മാസം മരുന്ന് കഴിച്ച ശേഷം ശരിയായി. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായിട്ട് അവിടെ വന്നത്? കല്യാണം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞു. 4 വർഷം കഴിഞ്ഞു അല്ലേ? നിങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളാണോ? സുഹൃത്തുക്കളാണ്. ഓക്കെ. ഇനി ഇദ്ദേഹം അശോക് എത്ര നാളും കല്യാണം കഴിഞ്ഞിട്ടാണ് അവിടെ വന്നത്? ഞാൻ 1 വർഷം ആയില്ല മുമ്പ് വന്നു. 6 മാസം ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല. വേണ്ട എന്നുള്ള രീതിയിൽ പിന്നെ 6 തൊട്ടടുത്തുള്ള ഇംഗ്ലീഷ് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടെ പോയപ്പോഴാണ് ഡോക്ടർ ആദ്യം പറഞ്ഞത് എനിക്ക് തൈറോയിഡിന്റെ ആയതുകൊണ്ടാണ് ഒരു സംശയം ഞാൻ പോയിരുന്നത്. പിന്നെ ഡോക്ടർ പറഞ്ഞു ആൾക്കൊരു ഹസ്ബൻഡ് ഒരു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാനിങ് കൂടെ പറഞ്ഞു ആൾക്ക് വെരിക്കോസ് പ്രോബ്ലം പിന്നെ ഓപ്പറേഷൻ വേണം പറഞ്ഞു. അപ്പോഴേക്കും എന്തോ ദൈവത്തിലെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ചെയ്യണ്ട, ചെയ്തിട്ട് പറയായിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ കംപ്ലൈന്റ് സർജറി ചെയ്യണം, എത്രയും വേണ്ടെന്ന് ചെയ്യണം ഡോക്ടർ പറഞ്ഞു. അപ്പോഴാണ് മണികണ്ഠേട്ടൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ ഒരു സുഹൃത്ത്, വേറെ സുഹൃത്ത്. അപ്പൊ ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്തപ്പോ ഇന്നാണ് കാര്യങ്ങൾ വന്നത്. നീ എന്താണെങ്കിലും അവിടെ ചെയ്യണ്ട, എനിക്ക് ചെയ്തിട്ട് എന്റെ അനുഭവങ്ങൾ പ്ലസ് ആയിരുന്നില്ല, നേരെ ഇങ്ങോട്ട് വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ വന്ന് സാറ് എനിക്കൊരു 8 മാസം പറഞ്ഞു. 7 അനലൈസ് ചെയ്തത് കൗണ്ട് കമ്മിയാണ്, 7% ഉണ്ടായിരുന്നു. പിന്നെ അത് ഒരു 6 മാസം മരുന്ന് കഴിക്കാൻ എന്റെ അടുത്ത് പറഞ്ഞത്. 4 മാസം കൊണ്ട് തന്നെ ഗുണം കിട്ടി. 4 മാസം ആകുമ്പോഴത്തേക്കും ആള് വേനലായി. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഡെലിവറി അവരെ കഴിക്കാവുന്ന മരുന്നുകളൊക്കെ തന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഡെലിവറിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഹോമിയോപ്പതി മരുന്ന് കഴിച്ചിട്ടാണ് കുട്ടികൾ ഉണ്ടായത്. രണ്ടുപേർക്കും വെരിക്കോസിലായിരുന്നു കംപ്ലൈന്റ്. നമുക്ക് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? നമുക്ക് സാമ്പത്തികമായിട്ട് എങ്ങനെയാണ്? ബുദ്ധിമുട്ട് വരുന്നില്ല. സൈഡ് എഫക്റ്റോ ബുദ്ധിമുട്ടോ? അതെ. അപ്പോൾ കെയർവെൽ ഹോമിയോപ്പതി ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ വന്നതിന് ശേഷമാണ് നമുക്ക് രണ്ടുപേർക്കും കുഞ്ഞുങ്ങളുണ്ടായത്. ഓക്കെ. അപ്പോൾ ഇപ്പൊ രണ്ടുപേരും സന്തുഷ്ടരാണ്. നിങ്ങൾ പറഞ്ഞ ധാരാളം പേഷ്യൻസോട് വരാറുണ്ട്. ഓക്കെ, താങ്ക് യു.